ജയിപ്പിച്ചിരിക്കുമെന്ന് ആദ്യം തന്നെ ഈ കൺവെൻഷൻ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. തേലമ്പാടിയിൽ LDF-ഉം UDF-ഉം ഒരുപക്ഷെ കാസർഗോഡ് ജില്ലയിൽ LDF-ഉം UDF-ഉം വേറെയായിട്ട് മത്സരിക്കുന്ന അവസാനത്തെ തെരഞ്ഞെടുപ്പായിരിക്കും ഈ 2020 പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇലക്ഷൻ. ഇത് കഴിഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDA നേരിടാൻ ഒരുപക്ഷെ 2021 നിയമസഭയിൽ അവർ ഒരുമിച്ച് നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ജനങ്ങൾ എത്തിക്കുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ രീതിയിലുള്ള ഒരു മാറ്റം വരികയാണ്. വലിയൊരു മാറ്റത്തിനായിട്ട്, ഒരു പരിവർത്തനത്തിനായിട്ട്, വികസനത്തിന് വേണ്ടിയിട്ട് മോദിജി കേന്ദ്രത്തിൽ നടപ്പിലാക്കുന്ന വികസനം ഈ നാട്ടിലെ ഏറ്റവും അവസാനത്തെ ഗ്രാമത്തിലും ആളിടത്തും എത്തണമെങ്കിൽ അവിടെയൊക്കെ NDAയുടെ സ്ഥാനാർത്ഥികൾ ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും എത്തേണ്ടതുണ്ട്. ജനങ്ങളത് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ അവർ 2 കൂട്ടർ ഇവിടെ മത്സര രംഗത്തിൽ ഉണ്ടെങ്കിലും ഒരുപക്ഷെ ഈ പഞ്ചായത്ത് ഇലക്ഷൻ അടുക്കാറാകുമ്പോൾ അവരൊരുമിച്ച് രഹസ്യധാരണയിലേക്ക് എത്താനുള്ള സാഹചര്യം വരെ നമുക്ക് ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലയിടത്തും LDF-ഉം UDF-ഉം പ്രത്യേകിച്ച് മുസ്ലിം ലീഗും CPM-ഉം തമ്മിൽ ധാരണയാണ്. പലയിടത്തും മഞ്ചേശ്വരത്തും കാസർഗോഡും അവർ പലയിടത്തും കാൻഡിഡേറ്റിനെ നിർത്തിയില്ല. മംഗൽപാടി പഞ്ചായത്തില് ഏറ്റവും ശക്തമായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ കോട്ട എന്ന് അറിയപ്പെടുന്ന അവിടെ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന വാർഡിൽ പോലും CPM സ്ഥാനാർത്ഥിനെ നിർത്തിയില്ല. CPM-ന്റെ സ്ഥാനാർത്ഥി നോമിനേഷനുമായിട്ട് പഞ്ചായത്തിലേക്ക് പോയതാണ്. പക്ഷേ നോമിനേഷൻ ഫയൽ ചെയ്യാൻ CPM-ന്റെ നേതൃത്വം സമ്മതിച്ചില്ല. കാരണം അവർക്ക് വ്യക്തതയുണ്ട്. അവർക്കറിയാം ഈ കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്ത് LDF ഉള്ളിടത്ത് ഇത്തവണ മുസ്ലിം ലീഗിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഇടങ്ങളിലെല്ലാം ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്യാൻ ജനം തീരുമാനിച്ചതുകൊണ്ട് അവര് അവിടെ LDF-ന്റെ സ്ഥാനാർത്ഥിനെ നിർത്തിയില്ല എന്നുള്ളതാണ്. പോയി നോമിനേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ഫയൽ ചെയ്യേണ്ട സമയത്ത് പിൻവലിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് പോകാനാണ് പാർട്ടി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് നോമിനേഷൻ കൊടുക്കാത്തത്. പൈവളിക്കെ പഞ്ചായത്തിലെ ഒരു വാർഡില് DYFIയുടെ ഒരു നേതാവിനെ NDAയുടെ സ്ഥാനാർത്ഥി ശ്രീ മഞ്ജുനാഥ്, ആ മഞ്ജുനാഥിന്റെ അവിടെ മറ്റൊരു മഞ്ജുനാഥ് DYFIയുടെ നേതാവ്, ആ നേതാവിനെ അപരനായിട്ട് മത്സരിക്കുകയാണ്. എന്നാൽ അവിടെ LDF-ന്റെ സ്ഥാനാർത്ഥിയാണോ മഞ്ജുനാഥ്? അല്ല, അവിടെ വേറൊരാളാണ് LDF-ന്റെ സ്ഥാനാർത്ഥി എന്നാണ് പറയുന്നത്. ഒരു ജനാധിപത്യത്തെ എങ്ങനെയാണ് അട്ടിമറിക്കുക, എങ്ങനെയാണ് അവഹേളിക്കാൻ സാധിക്കുക, BJP-യെ തടയിടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് സാധിക്കുക എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് പൈവളിക്കെ പഞ്ചായത്തിലെ മുളിഗദ്ദയിൽ. ഞാനിവിടെ പറയുന്നത്, ഇവിടെ മത്സരം LDF-ഉം UDF-ഉം BJP NDA എന്നൊക്കെ പറയുമ്പോഴും മുളിഗദ്ദയിൽ സംഭവിച്ചതുപോലെ ഇവിടെ എന്തും സംഭവിക്കാം എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ DYFIയുടെ ഒരു നേതാവിനെ BJP ജയിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഒരു ജനാധിപത്യ വിരുദ്ധ സമീപനം, ജനാധിപത്യത്തെ അവഹേളിച്ചുകൊണ്ട് ഒരു അപരനെ നിർത്തി അവിടെ ഒരു ആണും പെണ്ണും ശിഖണ്ഡിയെ പോലെ എന്ന് പറഞ്ഞാൽ ശിഖണ്ഡിക്ക് നാണക്കേട്, 3ാം ലിംഗം എന്ന് പറഞ്ഞാലും നാണക്കേട്, 4ാം ലിംഗവും അല്ലെങ്കിൽ ലിംഗമില്ലാത്തൊരു സമീപനമാണ് LDF അവിടെ സ്വീകരിച്ചത്. ഇത് പലയിടത്തും നമ്മുടെ ജില്ലയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. അഭിമാനത്തോടെ കൂടിയിട്ട് നമുക്കെല്ലാവർക്കും എന്ന് പറയാൻ സാധിക്കും, ഈ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ചിഹ്നത്തിൽ മത്സരിക്കുന്നത്, പ്രിയമുള്ളവരെ, അത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ താമര അടയാളത്തിലാണ് നാം മത്സരിക്കുന്നത്. പക്ഷേ LDF CPM എന്താ ചെയ്തിട്ടുള്ളത്? അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും ആ പാർട്ടിയുടെ ചിഹ്നം വെച്ച് മത്സരിക്കാൻ ധൈര്യമില്ലാതെ പോയിരിക്കുകയാണ്. അവരുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം ഇത്തവണ CPM-ന്റെ ചിഹ്നത്തിൽ മത്സരിക്കണമെന്നില്ല, നേതാക്കന്മാർ മത്സരിക്കണമെന്നില്ല. ഏത് ചിഹ്നമായാലും കുഴപ്പമില്ല, ആരായാലും കുഴപ്പമില്ല, പാർട്ടിയുടെ തകർച്ച തടയാൻ സ്വതന്ത്രന്മാരെ നിർത്താൻ വേണ്ടിയിട്ടാണ് സംസ്ഥാനം നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ നിർദ്ദേശം BJP-യുടെ നിർദ്ദേശം തിരിച്ചാണ്. പാർട്ടി നേതാക്കന്മാർ മത്സരിക്കണം,
പാർട്ടി നേതാക്കന്മാർ മത്സരിക്കണം, പാർട്ടി നേതാക്കന്മാർ ചിഹ്നത്തിൽ മത്സരിക്കണമെന്നാണ് BJP പറയുന്നതെങ്കിൽ CPMയുടെ ഭരണകക്ഷിയായിട്ടുള്ള CPM പറയുന്നത് പാർട്ടി നേതാക്കന്മാർ മത്സരിക്കണമെന്നില്ല, പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കണമെന്നില്ല. 4 വോട്ട് കിട്ടണമെങ്കിൽ ഏത് ആളെയും ആരെയും എവിടെയും നിർത്താമെന്നുള്ള, ഏത് ചിഹ്നത്തിലും നിർത്താമെന്നുള്ളതാണ് CPMന്റെ നിലപാട്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി LDFും തമ്മിലുള്ള മത്സരം വരുമ്പോൾ കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ചിഹ്നത്തിൽ മത്സരിക്കുന്നത് BJP ആണ്. ഞാൻ ഉറപ്പിച്ചു പറയാം, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ഒറ്റ കക്ഷി അത് ഭാരതീയ ജനതാ പാർട്ടിയാകും എന്ന് കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ദേലമ്പാടി ജില്ലാ ഡിവിഷൻ നിങ്ങൾ ജയിപ്പിച്ച് തരുമെന്നുള്ള വിശ്വാസം ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്കുണ്ട്. ജയിപ്പിക്കില്ല, ജയിക്കുമെന്ന വിശ്വാസമുള്ളവരൊന്ന് കൈവയ്ക്കും. ദേലമ്പാടി ജില്ലാ ഡിവിഷൻ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ ആള്. നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ ആത്മവിശ്വാസം, നിങ്ങളുടെ പ്രവർത്തനത്തില് BJPക്ക് പാർട്ടിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് അവിടെ നാം ജയിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ദേലമ്പാടി ഡിവിഷൻ ജയിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ മാറ്റം ഞാൻ പറഞ്ഞു തരാം. കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ഏറ്റവും വലിയ കക്ഷി, ഒറ്റ കക്ഷി ഭാരതീയ ജനതാ പാർട്ടിയായിട്ട് മാറുമ്പോൾ ഈ ജില്ലാ പഞ്ചായത്തിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷി, പ്രിയമുള്ളവരെ, അത് ഭാരതീയ ജനതാ പാർട്ടിയാകും. ഏറ്റവും വലിയ മുന്നണി NDA ആകുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. മാറ്റം നമുക്ക് ഇവിടെ നിന്ന് കുറിക്കണം. ഇവിടുത്തെ ഓരോ പഞ്ചായത്തിലെ വാർഡിലും അത് നമുക്ക് ശക്തിയുള്ളിടത്തും ശക്തിയില്ലാത്തടത്തും അതിന്റെ അവസാനത്തെ പ്രവർത്തകരെയും നമുക്ക് രംഗത്തിറക്കാൻ സാധിക്കണം. അതിന്റെ അവസാനത്തെ വോട്ടറെയും നമുക്ക് അവിടെ വോട്ട് ചെയ്യിക്കാൻ സാധിക്കണം. നമ്മുടെ വോട്ടുകളെല്ലാം പോൾ ചെയ്യിക്കുകയും നമ്മുടെ പ്രവർത്തകരെ എല്ലാവരെയും നമുക്ക് രംഗത്തിറക്കാൻ സാധിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ പാർട്ടി ടാർഗറ്റ് ചെയ്യുന്ന ആ ലക്ഷ്യത്തിലേക്ക് പോകും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പോകാം. കരുണാകരൻ മാസ്റ്റർക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ സജീവ പ്രവർത്തനത്തിൽ ഉണ്ടാകുമ്പോൾ കണ്ടൊരു സ്വപ്നമുണ്ട്. അവിഭക്ത കണ്ണൂർ ജില്ലയുടെ ആ സമയത്ത് കാസർഗോഡ് ജില്ല വേണമെന്ന് ആദ്യം BJP ആവശ്യപ്പെട്ടപ്പോൾ അത് നിരാകരിച്ചത് ഒരു കാരണം കൊണ്ടാണ്, കോൺഗ്രസും CPMും. അങ്ങനെ ഒരു ജില്ല ഇവിടെ രൂപീകരിച്ചാൽ അത് BJPയുടെ ജില്ലയാകുമെന്ന് എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വിശ്വാസമുണ്ട്. അന്ന് നമ്മുടെ രാഷ്ട്രീയ പ്രതിരോധികൾ പേടിച്ച ആ കാസർഗോഡ് ജില്ല രൂപീകരിച്ചാൽ BJPയുടെ ജില്ലയാകുമെന്ന് അന്ന് ഭയന്നവരുടെ ആ പേടി അത് സ്വപ്നമല്ല, അത് ഈ തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോവുകയാണ്. കാസർഗോഡ് ജില്ല BJPയുടെ ജില്ലയാകും, NDAയുടെ ജില്ലയാകുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇത്തവണത്തെ ജയം, ഇത്തവണത്തെ മത്സരം നരേന്ദ്രമോദി വിഭാവനം ചെയ്യുന്ന, നേതൃത്വം നൽകുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDAയും നരേന്ദ്രമോദിയുടെ അനുകൂലിക്കുന്ന, BJP അനുകൂലിക്കുന്ന, NDA അനുകൂലിക്കുന്ന രാഷ്ട്രീയ ദേശീയതയിൽ വിശ്വാസമുള്ള രാഷ്ട്ര സ്നേഹികളും ഒരു ഭാഗത്ത്, മറുഭാഗത്ത് മോദി വിരുദ്ധ, BJP വിരുദ്ധ, NDA വിരുദ്ധ, ദേശവിരുദ്ധ സഖ്യമാണ്. ആ സഖ്യത്തിനകത്ത് രണ്ടു കൂട്ടരുമുണ്ട് എന്നുള്ളതാണ്. പുറത്ത് അവര് വേറെ വേറെയാണെങ്കിലും അവരെല്ലാം ഒന്നാണ് എന്നുള്ള തിരിച്ചറിവ് ഇന്ന് ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഏത് അടിസ്ഥാനത്തിലാണ് UDF ഇവിടെ വോട്ട് ചോദിക്കുക? ഒരു MLA ജയിലിനകത്താണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ നാടിലെ ഏതെങ്കിലും പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തിയതിനു വേണ്ടിയിട്ടല്ല ആ MLA, മഞ്ചേശ്വരം MLA അകത്തായിരിക്കുന്നത്. ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ, സ്വന്തം പാർട്ടിക്കാരുടെ പണം, സ്വർണ്ണ, ജ്വല്ലറിക്ക് കട നടത്തുന്നതിന് വേണ്ടിയിട്ട് ആ പണം വാങ്ങി ഏതാണ്ട് 150 കോടി രൂപ തട്ടിപ്പ് നടത്തിയതിന്റെ പേരിലാണ് ഇന്ന് ജയിലിൽ പോകേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ അന്നത്തെ സ്ഥാനാർത്ഥി, 2016 സ്ഥാനാർത്ഥി ശ്രീ അന്തരിച്ച റസാക്ക് കള്ള വോട്ടോടുകൂടി ജയിച്ചപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥി, മഞ്ചേശ്വരം സ്ഥാനാർത്ഥി, അതുപോലെ തന്നെ ഇന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ K. സുരേന്ദ്രൻ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. അന്ന് റസാക്ക് മരിച്ചപ്പോൾ ലീഗുകാർ ഇവിടുത്തെ ജനങ്ങളോട് ചോദിച്ച ചോദ്യമുണ്ട്, നമുക്കൊരു MLA ഇല്ലെങ്കിൽ എങ്ങനെയാണ് വികസനം സാധിക്കുക? അതുകൊണ്ട് ഒരു BJPയുടെ കേസ് കൊണ്ട് ആ വികസനം, നാടിന്റെ വികസനം തടസ്സമാകണ്ട എന്നുള്ളത് കൊണ്ട് നമ്മുടെ
സംസ്ഥാന പ്രസിഡന്റ്, ഇന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീ കെ സുരേന്ദ്രൻജി ആ കേസ് പിൻവലിച്ചു. ആ കേസുമായിട്ട് മുമ്പോട്ട് പോയാൽ നമുക്ക് വിജയം സുനിശ്ചിതമായിരുന്നു. പക്ഷേ കേസ് അനിശ്ചിതമായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് മുസ്ലിം ലീഗും CPM-ഉം ശ്രമിച്ചത്, സംസ്ഥാന സർക്കാരും അവരുടെ ഉദ്യോഗസ്ഥന്മാരും എല്ലാം ശ്രമിച്ചത്. അങ്ങനെ അനിശ്ചിതമായിട്ട് നീണ്ടുപോകണ്ട, ഇവിടുത്തെ വികസനം അട്ടിമറിക്കപ്പെടണ്ട എന്നുള്ളത് കൊണ്ട് കേസ് പിൻവലിച്ചു. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, അന്ന് മുസ്ലിം ലീഗുകാരും CPM-കാരും ഒരുപോലെ ചോദിച്ചതാണ്, ഒരു MLA ഇല്ലെങ്കിൽ എങ്ങനെ വികസനം നടത്തൂ? ഇപ്പോൾ ബൈ ഇലക്ഷൻ നടന്നു, വീണ്ടും മുസ്ലിം ലീഗ് അവരുടെ കുതന്ത്രം കൊണ്ട് ജയിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്താകുമ്പോൾ എവിടെയാണ് നിങ്ങളുടെ MLA? നിങ്ങളുടെ MLA ജയിലിനകത്തല്ലേ? ജയിലിനകത്തുള്ള MLAക്ക് എങ്ങനെയാണ് മഞ്ചേശ്വരത്തെ ഒരു വികസനം സാധ്യമാക്കാൻ സാധിക്കും? അതുകൊണ്ട് ഞാൻ ഇവിടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് UDF-ഉം LDF-നും വിജയിപ്പിച്ചതിനെ കൊണ്ട് ഒരു കാര്യവുമില്ല, മാറ്റം വേണം. ഇവിടെ BJP-യുടെ സ്ഥാനാർത്ഥിയെ കുറിച്ച് ഞാൻ പറഞ്ഞു. അദ്ദേഹം ഇത്രയും വർഷമായിട്ട് സംഘടനാ പ്രവർത്തനത്തിലുണ്ട്, പൊതുപ്രവർത്തനത്തിലുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്, അല്ലേ? വേറെ മത്സരിച്ച വാർഡിലേക്ക് മത്സരിച്ചിട്ടുണ്ട്, ജില്ലാ പഞ്ചായത്തിലേക്ക് ആദ്യമായിട്ടാണ്. ഇവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയുണ്ട്, അദ്ദേഹത്തിനെതിരെ കേസുണ്ട്. പക്ഷെ ആ കേസൊക്കെ ഏതാ? ശബരിമല വിഷയത്തിൽ സമരം ചെയ്തതിന്, ഇവിടെ അതിർത്തി ബന്ധാക്കി അതിർത്തിയിലൂടെ പോകാൻ സാധിക്കാത്തതുകൊണ്ട് സമരം നടത്തിയതിന്, സ്വർണ്ണക്കടത്ത് കേസിൽ അഴിമതിക്കെതിരെ സമരം നടത്തിയതിന്, PSC ഓഫീസ് ഗെറാവ് ചെയ്തതിന്, ഇവിടുത്തെ ഭാഷാന്വേഷണങ്ങളുടെ പ്രശ്നങ്ങൾ മുമ്പ് വെച്ച് പോയ 2013 കേസ്, അങ്ങനെ പല കേസുകളും അദ്ദേഹത്തിനുണ്ട്. അതെല്ലാം പോരാട്ടത്തിന് വേണ്ടിയിട്ട്, സമൂഹത്തിന് വേണ്ടിയിട്ട് നടത്തിയ പോരാട്ടമാണ്, അതിന്റെ ഭാഗമായിട്ടുള്ള കേസുകളാണ്. അതുപോലെ തന്നെ മറ്റൊരാൾ ഇവിടെ മത്സരിക്കുന്നുണ്ട്. എന്താ യോഗ്യത? പൊതുപ്രവർത്തനം നടത്തിയിട്ട് UDF-ന്റെ സ്ഥാനാർത്ഥി, മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പൊതുപ്രവർത്തനം നടത്തിയിട്ട് എന്തെങ്കിലും പരിചയമുണ്ടോ? ഇല്ല. എന്താ മാനദണ്ഡം? പണം മാത്രം. പണം നോക്കിയിട്ടാണ് UDF-ന്റെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിക്ക് ഇവിടെ സ്ഥാനാർത്ഥിത്വം കൊടുത്തത്. അതാണ് LDF-ന്റെ സ്ഥാനാർത്ഥിക്കുള്ള യോഗ്യത എന്താ? അദ്ദേഹത്തിന്റെ യോഗ്യതയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ യോഗ്യത ദേലമ്പാടി പഞ്ചായത്തില് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് എല്ലായിടത്തും ഭീഷണിപ്പെടുത്തി അവിടെ കോട്ട കെട്ടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എപ്പോഴും മുൻകൈ എടുത്തിട്ടുള്ളത്. ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ ആ ചെങ്കോട്ടകൾ തകർന്ന് അവിടെ പുതിയൊരു ചരിത്രം സൃഷ്ടിച്ച് അവിടെ കാവിക്കോട്ടയാകും, ദേലമ്പാടി കാവിക്കോട്ടയാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിന്റെ ബാക്കിയാണ് ജില്ലാ ഡിവിഷനിലേക്ക് നമ്മുടെ സുധാമ ജയിക്കുന്നത്, ബ്ലോക്കിലേക്ക് രാജേഷ് ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ ജയിക്കുന്നത്. കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തവണ ഭരിക്കുന്നത് NDA ആയിരിക്കും, ഒരു സംശയവും വേണ്ട. നമ്മൾ ഈ കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് വിജയിച്ചിരിക്കും, ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ വിജയിക്കും, കാറടുക്ക പഞ്ചായത്ത് നമ്മൾ പിടിച്ചെടുക്കും. ഇത്തവണ ദേലമ്പാടി നമ്മൾ വിജയിക്കും, ഒരു സംശയവും വേണ്ട. വെള്ളൂരും നമ്മൾ വിജയിക്കും, കുമ്പടാജിയും നമ്മൾ വിജയിക്കും, ബദിയടുക്കയും നമ്മൾ വിജയിക്കും. പ്രിയമുള്ളവരെ, കാസർഗോഡിന്റെ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് ആ അധ്യായത്ത് ഇവിടുത്തെ വികസനം സാധ്യമാക്കാൻ സാധിക്കും. അതുകൊണ്ട് രാഷ്ട്രീയ മാറ്റത്തിന് വേണ്ടി, വികസനത്തിന് വേണ്ടി, സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മുടെ ഓരോ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആദരണീയനായിട്ടുള്ള നേതാവ് പുത്തൂർ MLA ശ്രീ സഞ്ജീവ് മട്ടത്തൂർ അവരെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം. എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഭാരതീയ ജനതാ പാർട്ടി ജില്ലാ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് വിജയാശംസകളും കൂടി നേർന്നുകൊള്ളുന്നു. നമസ്കാരം.
ಭಲೋ ಭಾರತ್ ಮಾತಾಕ್ಕೆ ಸಾಕ ನಿಮ್ಮ ಸ್ವರ ದೇಲಂಪಟ್ಟಿಗೂ ಮುಟ್ಲಿಲ್ಲ ಅದು. ಬಹುಶಃ ಇಲ್ಲಿ ಮುಲ್ಲೇರಿಯಾದ ಕೊನೆಗೂ ಕೂಡ ಮುಟ್ಟಲಿಲ್ಲ. ಶ್ರೀಕಾಂತರು ಘೋಷಣೆ ಆಗ್ಬೇಕಿದ್ರೆ ಕೈ ಮಾತ್ರ ಮೇಲೆ ಹೋಗಿತ್ತು, ಆದ್ರೆ ಘೋಷಣೆ ಮೇಲೆ ಹೋಗ್ಲಿಲ್ಲ. ಈ ಬಿಲ್ಡಿಂಗ್ ಬಾರಿ ಗಟ್ಟಿಯಾಗಿ ಕಟ್ಟಿದ್ದಾರೆ ಅಂತ ಕಾಣ್ತದೆ, ಏನು ತೊಂದರೆ ಆಗ್ಲಿಕ್ಕಿಲ್ಲ. नरेंद्र मोदी जी के, जेपी नड्डा जी के, सुरेंद्रन जी के, बोलो भारत माता के. ಈಗ ಸ್ವಲ್ಪ ಸ್ವರ ಬಂದಿದೆ. ಭಾರತೀಯ ಜನತಾ ಪಾರ್ಟಿಯ ದೇಲಂಪಾಡಿ ಡಿವಿಷನ್ನ ನಮ್ಮ ಈ ಒಂದು ಕಾರ್ಯಕರ್ತರ ಚುನಾವಣಾ ಸಮಾವೇಶದ ಅಧ್ಯಕ್ಷತೆಯನ್ನು ವಹಿಸಿರುವ ನನ್ನ ಸನ್ಮಿತ್ರರು, ನ್ಯಾಯವಾದಿಗಳು, ಕಾಸರಗೋಡು ಜಿಲ್ಲಾ ಅಧ್ಯಕ್ಷರು ಅಂತ ಕೆ ಶ್ರೀಕಾಂತ್ ಅವರೇ, ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ವಿರಾಜಮಾನರಾಗಿರುವಂಥ ಪ್ರಮೀಳಾ ಸಿ ನಾಯ್ಕ್ ಅವರೇ, ಸುರೇಶ್ ಕುಮಾರ್ ಶೆಟ್ಟಿ ಅವರೇ, ಅಡ್ವೊಕೇಟ್ ಸದಾನಂದ ರೈ ಅವರೇ, ಎಲ್ಲ ನಮ್ಮ ವೇದಿಕೆಯ ಹಿಂಭಾಗದಲ್ಲಿರುವಂಥ ಗಣ್ಯಮಾನ್ಯ ನಮ್ಮ ಎಲ್ಲ ಪಕ್ಷದ ಹಿರಿಯ ನಮ್ಮ ಪದಾಧಿಕಾರಿಗಳೇ, ನಮ್ಮೆಲ್ಲರ ಇವತ್ತಿನ ಕೇಂದ್ರ ಬಿಂದು ವಿಜಯಿ ಅಭ್ಯರ್ಥಿ ಸುಧಾಮ ಗೋಸಾಡ್ ಅವರೇ, ಎಲ್ಲ ನಮ್ಮ ದೇವದುರ್ಲಭ ವಿಜಯಿ ಕಾರ್ಯಕರ್ತ ಬಂಧುಗಳೇ, ನಾವೆಲ್ಲ ಭಾರತೀಯ ಜನತಾ ಪಾರ್ಟಿಯ ಕಾರ್ಯಕರ್ತರು ಈ ದೇಶವನ್ನು ಪರಮ ವೈಭವಕ್ಕೆ ಕೊಂಡೋಗಬೇಕು ಅನ್ನೋ ದೃಷ್ಟಿಯಿಂದ, ಈ ದೇಶದ ಉನ್ನತಿಗಾಗಿ, ಈ ದೇಶದ ಜಗದ್ಗುರು ಭಾರತ ಮಾಡಿದಂತ ಆ ಒಂದು ಸನ್ನಿವೇಶದಲ್ಲಿ ಇವತ್ತು ಈ ಜಗತ್ತಿನ ದೊಡ್ಡಣ್ಣ ರಾಷ್ಟ್ರಗಳು ಕೂಡ ಭಾರತವನ್ನು ನೋಡಿ ಭಾರತದ ವಿಚಾರ ಏನು ಅಂತ ತಿಳ್ಕೊಂಡು ಇವತ್ತು ತಾವು ಇಲ್ಲಿ ಆಡಳಿತ ಮಾಡುವಂತ ಸಂಗತಿ ಇವತ್ತು ಅಮೆರಿಕ ಇರ್ಬೋದು, ಆಸ್ಟ್ರೇಲಿಯಾ ಇರ್ಬೋದು, ಇವತ್ತು ಯುರೋಪಿಯನ್ ಕಂಟ್ರೀಸ್ ಇರ್ಬೋದು, ಎಲ್ಲ ಕಡೆ ಇವತ್ತು ಒಂದು ರೀತಿಯಾಗಿ ಭಾರತದ ವಿಚಾರವನ್ನು ಮಣಗಾಣುವಂತ ಸಂಗತಿ ಆಗಿದೆ. ವಿಶೇಷವಾಗಿ ಕೋವಿಡ್ ಬಂದಾಗ ಇಡೀ ಜಗತ್ತು ತಲ್ಲಣ ಆಗಿತ್ತು. ನಾವು ಕೂಡ ಮಾಸ್ಕ್ ಹಾಕಿಕೊಂಡು ಬಂದಿದ್ದೇವೆ, ನಮ್ಮ ಆರೋಗ್ಯ ಇರಬೇಕು, ನಮ್ಮ ಜೀವಕ್ಕೆ ಆಪತ್ತು ಆಗಬಾರ್ದು, ಪಕ್ಕದವನಿಗೆ ಏನೂ ಆಗಬಾರ್ದು ಅಂತೇಳಿ 130 ಕೋಟಿ ಜನರ ಆರೋಗ್ಯ, ಅದೇ ರೀತಿ ಎಲ್ಲರ ಜೀವ ರಕ್ಷಣೆ ನನ್ನ ಕರ್ತವ್ಯ ಅಂತೇಳಿ ಈ ದೇಶದ ಪ್ರಧಾನಿಯವರು ತಗೊಂಡಂತ ತೀರ್ಮಾನ ಬಹುಶಃ ಜಗತ್ತು ಶ್ಲಾಘನೆ ಮಾಡಿದೆ. ಅತ್ಯಾಧುನಿಕ ಸವಲತ್ತು, ಆಧುನಿಕತೆಯನ್ನು ಮೈಗೂಡಿಸಿಕೊಂಡಂತ ಆ ರಾಷ್ಟ್ರಗಳಿಗೂ ಬಹುಶಃ ಆ ಕೋವಿಡ್ ಇಂದ ಮುಕ್ತಿಯನ್ನು ಪಡೆಯಲಿಕ್ಕೆ ಆಗಲಿಲ್ಲ. ಆದರೆ ಭಾರತ ಆ ಕೋವಿಡ್ ಇಂದ ಮುಕ್ತಿಯನ್ನು ಪಡೆದು ಬಹುಶಃ ನಮ್ಮ ದೇಶದ ಪ್ರಧಾನಿಯವರು ಶಾಬಾಸ್ಗಿರಿಯನ್ನು ಪಡೆಯುವಂತ ಸಂಗತಿ ಆಗಿದೆ. ಅದೇ ರೀತಿಯಲ್ಲಿ ಇವತ್ತು ಭಾರತ ಕಳೆದ 6 ವರ್ಷದಿಂದ ಇವತ್ತು ಭಾರತಕ್ಕೆ ಇನ್ನು ಭವಿಷ್ಯ ಇದೆ ಅಂತೇಳಿ ಭಾರತೀಯ ಜನತಾ ಪಾರ್ಟಿಯ ಕಾರ್ಯಕರ್ತರಲ್ಲ, ಎಲ್ಲ ನಾಗರಿಕ ಬಂಧುಗಳು ಮತ್ತೊಮ್ಮೆ ಭಾರತ ಜಗತ್ತಲ್ಲಿ ಎದ್ದು ನಿಲ್ಲುತ್ತದೆ, ಜಗತ್ತಿಗೆ ತನ್ನ ನಾಯಕತ್ವವನ್ನು ಕೊಡ್ತದೆ ಅನ್ನುವ
ದಿಸೆಯಲ್ಲಿ ಇವತ್ತು ಈ ದೇಶದ ಪ್ರಧಾನಿಯವರ ಆಡಳಿತವನ್ನು ನೋಡಿ ಬಹುಶಃ ಎರಡನೇ ಬಾರಿಗೆ ಈ ದೇಶದ ಪ್ರಧಾನಿಗೆ ಆಶೀರ್ವಾದ ಮಾಡುವಂತ ಸಂಗತಿಯನ್ನು ಮಾಡಿದ್ದಾರೆ. ಕಳೆದ 1.5 ವರ್ಷದಿಂದ ಭಾರತೀಯ ಜನತಾ ಪಾರ್ಟಿಯ ಭಾರತೀಯ ಜನಸಂಘದ ಸ್ಥಾಪಕ ಅಧ್ಯಕ್ಷರಂತ ಶ್ಯಾಮ್ ಪ್ರಸಾದ್ ಮುಖರ್ಜಿ ಅವರ ಭಾವಚಿತ್ರವನ್ನು ಇಟ್ಟಿದ್ದೇವೆ ಎದುರುಗಡೆ. ಅವರ ಬಲಿದಾನ ಆಗ್ತದೆ ಈ ದೇಶಕ್ಕಾಗಿ. ಏಕ್ ದೇಶ್ ಮೇ ದೋ ಪ್ರಧಾನ್ ದೋ ನಿಶಾನ್ ದೋ ವಿಧಾನ್ ನಹಿ ಚಲೇಗಾ ಅಂತೇಳಿ ಕಾಶ್ಮೀರಕ್ಕೆ ಅವರು ಪಾದಯಾತ್ರೆ ಮಾಡ್ತಾರೆ. ಆ ಕಾಶ್ಮೀರದಲ್ಲಿ ಅವರ ಬಲಿದಾನ ಆಗ್ತದೆ. ಅವರ ಬಲಿದಾನ ಇವತ್ತು ವ್ಯರ್ಥ ಆಗಲಿಲ್ಲ. ಇವತ್ತು ಕಾಶ್ಮೀರ ಭಾರತದ ಅವಿಭಾಜ್ಯ ಅಂಗ ಅಂತೇಳಿ ಆ 370 ಆರ್ಟಿಕಲ್ ಅನ್ನು ತೆಗೆದು ಇವತ್ತು ಈ ದೇಶದ ಸಾರ್ವಭೌಮತೆಯನ್ನು ಎತ್ತಿ ತೋರಿಸುವಂತ ಕೆಲಸವನ್ನು ಈ ದೇಶದ ಪ್ರಧಾನಿಯವರು ಮಾಡಿದ್ದಾರೆ. ನಮ್ಮೆಲ್ಲರ ಮರ್ಯಾದಾ ಪುರುಷೋತ್ತಮ, ಈ ದೇಶದ ಆಧ್ಯಾತ್ಮಿಕ ಮತ್ತು ಪೌರಾಣಿಕವಾದಂಥ ಹಿನ್ನೆಲೆ ಇರುವಂತ ಅಯೋಧ್ಯೆ, ಆ ಅಯೋಧ್ಯೆಯಲ್ಲಿ ಶ್ರೀರಾಮನ ಮಂದಿರ ಕಟ್ಟುವೆ ಎನ್ನುವಂತ ಘೋಷಣೆ ಹಾಕಿ ನಾವೆಲ್ಲ ಮನೆಗೆ ಇಟ್ಟಿಗೆಯನ್ನು ಕೊಂಡೋಗಿದ್ದೆವು, ಪಾದಯಾತ್ರೆಯನ್ನು ಮಾಡಿದ್ದೆವು, ರಥಯಾತ್ರೆಯನ್ನು ಆರಂಭಿಸಿದ್ದೆವು. ಇವತ್ತು ನಮ್ಮ ಕಣ್ಣ ಮುಂದೆ ಇವತ್ತು ಅಯೋಧ್ಯೆ ಭವ್ಯ ಮಂದಿರ ಆಗ್ತಾ ಇದೆ. ಹೊಸಿದಕ್ಕೆ ಕಾರಣ ಈ ದೇಶದ ಪ್ರಧಾನಿ ನರೇಂದ್ರ ಮೋದಿ ಅವರು. ಈ ದೇಶದ ಆಧ್ಯಾತ್ಮಿಕ ಬದುಕು ಇರ್ಬೋದು, ಈ ದೇಶದ 130 ಕೋಟಿ ಜನರ ಭದ್ರತೆ ಇರ್ಬೋದು, ಈ ದೇಶದ ಅಖಂಡತೆ ಇರ್ಬೋದು, ಈ ದೇಶದ ಏಕತೆ ಇರ್ಬೋದು, ಈ ಎಲ್ಲವನ್ನು ಬಹುಶಃ ಇವತ್ತು ಒಬ್ಬ ಸೇನಾನಿಯ ರೀತಿಯಲ್ಲಿ ದಿನದ 18 ಗಂಟೆ ದುಡಿದು ಈ ದೇಶಕ್ಕೆ ಬದುಕು ಕೊಡುವಂತಹ ಒಂದು ಪ್ರಧಾನಿ ನರೇಂದ್ರ ಮೋದಿ ಅವರು. ಅವರ 7 ವರ್ಷದ ಆಡಳಿತ, 6.5 ವರ್ಷದ ಆಡಳಿತ ಇವತ್ತು ನಮಗೆಲ್ಲ ಆತ್ಮನಿರ್ಭರ ಭಾರತದೆಡೆಗೆ ಕೊಂಡೋಗುವಂತ ಸಂಗತಿಯನ್ನು ಮಾಡಿದೆ. 20 ಲಕ್ಷ ಕೋಟಿಯ ಪ್ಯಾಕೇಜ್ ಮುಳ್ಳೇರಿಯದ ಒಬ್ಬ ಬಂಧುವಿಗೂ ಆ ಒಂದು ಪ್ಯಾಕೇಜ್ ದೊರೆಯಬೇಕು. ಮುಳ್ಳೇರಿಯದ ಒಬ್ಬ ಹುಡುಗ ಕೂಡ ಸ್ವಾಭಿಮಾನಿ ಸ್ವಾವಲಂಬಿಯಾಗಿ ಬದುಕಬೇಕು. ಇದು ಆತ್ಮನಿರ್ಭರ ಭಾರತ. ತನ್ನ ಊರಿನಲ್ಲಿ ತಮ್ಮ ಯುವಕರು ಯುವತಿಯರು ನೆಲೆ ನಿಂತು ತನ್ನ ಊರಿನ ಅಭಿವೃದ್ಧಿಯನ್ನು ಮಾಡಬೇಕು. ತಮ್ಮ ಕುಟುಂಬದ ಶ್ರೇಯೋಭಿವೃದ್ಧಿಯನ್ನು ಮಾಡುವ ಮುಖಾಂತರ ತನ್ನ ಊರು ಸ್ವಾಭಿಮಾನಿ ಸ್ವಾವಲಂಬಿ ಗ್ರಾಮ ಆಗಬೇಕು, ಪಂಚಾಯತ್ ಆಗಬೇಕು. ಇದು ಈ ದೇಶದ ಪ್ರಧಾನಿಯವರ ಉದ್ದೇಶ. ಆ ಉದ್ದೇಶವನ್ನು ಈಡೇರಿದೋಸ್ಕರ ಬಹುಶಃ ಇವತ್ತು ಈ ಜಗತ್ತು ಭಾರತವನ್ನು ನೋಡ್ತಾ ಇದೆ. ಇಂತಹ ಸನ್ನಿವೇಶದಲ್ಲಿ ಇವತ್ತು ಕೇರಳದಲ್ಲಿ ಚುನಾವಣೆ ಆಗ್ತದೆ. ನಾವೆಲ್ಲ ಕರ್ನಾಟಕದವರು ಕೇರಳವನ್ನು ಯಾವ ನಾಡು ಅಂತ ಹೇಳ್ತೇವೆ? ದೇವರ ನಾಡು ಅಂತ ಹೇಳ್ತೇವೆ. ಬಹಳಷ್ಟು ಶ್ರದ್ಧೆ ನಮಗೆಲ್ಲ. ಕೇರಳ ಅಂದ್ರೆ ದೇವರ ನಾಡು. ಅದ್ವೈತ ಪಂಥವನ್ನು ಆರಂಭ ಮಾಡಿದ ಶಂಕರಾಚಾರ್ಯರ ನೆಲೆಬೀಡು. ಒಂದೇ ಜಾತಿ, ಒಂದೇ ಮತ, ಒಂದೇ ಧರ್ಮ ಅಂತ ಹೇಳಿದಂತ ನಾರಾಯಣ ಗುರು ಜನಿಸಿದಂತ ನಾಡು. ಅಂತಹ ನಾಡು ಇವತ್ತು ಕಳ್ಳರ ಬೀಡಾಗಿದೆ, ಕಳ್ಳರ ನಾಡಾಗಿದೆ. ಕದ್ದವರೆಲ್ಲ ಇವತ್ತು ಕರ್ನಾಟಕದಲ್ಲಿ ಜೈಲು ಸೇರ್ತಾ ಇದ್ದಾರೆ. ಕೇರಳದವರು ಬಂಗಾರದ ಕಳ್ಳರು, ಡ್ರಗ್ ಕಳ್ಳರು, ಮರ ಕಳ್ಳರು, ಗೋ ಕಳ್ಳರು ಇದ್ರು, ಹೆಣ್ಮಕ್ಕಳ ಕಳ್ಳರು ಕೂಡ ಇದ್ದಾರೆ ಇಲ್ಲಿ. ಇದು ಅಪಖ್ಯಾತಿಯನ್ನು ಪಡೆದಂತ ಒಂದು ರಾಜ್ಯ ಇವತ್ತು ಈ ದೇಶದಲ್ಲಿದ್ರೆ ಅದು ಕೇರಳ. ಅಂತ ಕೇರಳದಲ್ಲಿ ಆಡಳಿತ ಮಾಡುತ್ತಿರುವಂತಹ ಮುಖ್ಯಮಂತ್ರಿ, ಆ ಮುಖ್ಯಮಂತ್ರಿಯ ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿ, ಅವರ ಸಚಿವ ಸಂಪುಟ ಇವತ್ತು ಪೂರ್ತಿ ಕಳ್ಳರ ಸಚಿವ ಸಂಪುಟ ಆಗಿದೆ. ಇದು ಅಪಖ್ಯಾತಿಯನ್ನು ಪಡ್ಕೊಂಡಂತ ಒಂದು ಸರ್ಕಾರ ಇದ್ರೆ ಅದು ಕೇರಳದ ನಮ್ಮ ಪಿನರಾಯಿ ವಿಜಯನ್ ಸರ್ಕಾರ. ಆ ಪಿನರಾಯಿ ವಿಜಯನ್ ಸರ್ಕಾರ ಎಲ್ಲಿ ತನಕ ಇದೆಯೋ ಅಲ್ಲಿ ತನಕ ಕೇರಳದ ಜನತೆಗೆ ಮುಕ್ತಿ ಇಲ್ಲ ಅಂತೇಳಿ ಇವತ್ತು ತೀರ್ಮಾನ ಮಾಡಿದ್ದಾರೆ. ಯಾವಾಗ ನಮ್ಮ ಶ್ರದ್ಧಾ ಕೇಂದ್ರ ಶಬರಿಮಲೆ ನಮಗೆಲ್ಲ ಪಾವಿತ್ರತೆಯನ್ನು ತಂದುಕೊಟ್ಟಂತ ಆ ಒಂದು ಕೇಂದ್ರಕ್ಕೆ ಬಹುಶಃ ಆ ಹೆಣ್ಮಕ್ಕಳನ್ನು ಕಳಿಸಿ ಅಪವಿತ್ರತೆ ಮಾಡುವಂತಹ ಸಂದರ್ಭದಲ್ಲಿ ನಾವೆಲ್ಲ ಪಾದಯಾತ್ರೆ ಮಾಡಿದೆವು, ಹೋರಾಟ ಮಾಡಿದೆವು. ನಮ್ಮ ಶ್ರದ್ಧಾ ಬಿಂದು ಅಂತೇಳಿ. ಇವತ್ತು ಈ ಸರ್ಕಾರಕ್ಕೆ ಹಿಂದೂಗಳ ಬಗ್ಗೆ ಗೌರವ ಇದೆಯಾ?
ಹಿಂದೂ ಸಂಸ್ಕೃತಿಯನ್ನು ಅವರು ಗೌರವಿಸ್ತಾರ? ಯಾವುದೋ ಸೆಕ್ಯುಲರಿಸಂ ಅಂತ ಹೇಳಿ ಇವತ್ತು ಆ ಹಿಂದೂಗಳ ಭಾವನೆಗಳನ್ನು ದಮನಗೊಳಿಸುವಂತ ಕೆಲಸ ಮಾಡ್ತಾ ಇದ್ದಾರ? ಇಂತಹ ಸಂದರ್ಭದಲ್ಲಿ ಇಲ್ಲಿ ಸ್ಥಳೀಯ ಆಡಳಿತ ಚುನಾವಣೆ ಬರ್ತಾ ಇದೆ. ಇವತ್ತು ನಾವೆಲ್ಲ ಕರ್ನಾಟಕವನ್ನು ನೋಡ್ತಾ ಇದ್ದೇವೆ. ನಾನು ಕರ್ನಾಟಕದ ಒಬ್ಬ ಶಾಸಕ. ಕರ್ನಾಟಕದ ಅಭಿವೃದ್ಧಿ ಮತ್ತು ಕೇರಳದ ಅಭಿವೃದ್ಧಿ ಹಿಂದೆಲ್ಲ ನಮ್ಮ ಎಲ್ಲ ಹೇಳ್ತಾ ಇದ್ರು, ನೀವು ಮದ್ದ ತೂಲೆ ಮರ್ರೆ ಕೇರಳ ಕೊಲೆ ರೋಡ್ ತೂಲೆ ಇಂಚೊಂಡು ಅಂತೇಳಿ. ಈಗ ಕೇರಳದವರು ಹೇಳ್ತಾರೆ, ಬಲೆ ಕರ್ನಾಟಕ ಬಲೆ ರೋಡ್ ಇಂಚ ಒಂದು ತೂಲೆ ಅಂತೇಳಿ. ಯಾವ ರೀತಿ ಅಭಿವೃದ್ಧಿ ಆಗ್ತಾ ಇದೆ, ಜನರಿಗೆ ಯಾವ ರೀತಿಯ ಬದುಕನ್ನು ಇವತ್ತು ಯಡಿಯೂರಪ್ಪ ಸರ್ಕಾರ ಕೊಡ್ತಾ ಇದೆ. ರೈತರ ಸಾಲ ಮನ್ನಾ ಹೇಗೆ ಮಾಡ್ತಾ ಇದೆ, ಕಿಸಾನ್ ಸಮ್ಮಾನ್ ನಿಧಿ ಹೇಗೆ ಬರ್ತಾ ಇದೆ, ಫಸಲ್ ವಿಮಾ ಯೋಜನೆಯನ್ನು ಹೇಗೆ ತಲುಪಿಸ್ತಾ ಇದ್ದಾರೆ, ಹಾಲು ಉತ್ಪಾದಕರಿಗೆ ಹೇಗೆ ಪ್ರೋತ್ಸಾಹ ಧನವನ್ನು ಕೊಡ್ತಾ ಇದ್ದಾರೆ. ಅದರ ಪರಿಣಾಮ ಬಹುಶಃ ಕೇರಳದ ಜನ ಬದುಕಿದ್ದಾರೆ. ಒಂದು ದಿನ ಕರ್ನಾಟಕದಿಂದ ಅಕ್ಕಿ ಬರದಿದ್ರೆ ನಾವು ಇಲ್ಲಿ ಏನು ಉಪವಾಸ ಇರಬೇಕು. ಒಂದು ದಿನ ಕೇರಳದಿಂದ ತರಕಾರಿ ಬರದಿದ್ರೆ ನಮ್ಮ ತಾಯಂದಿರು ಪದಾರ್ಥ ಮಾಡಲಿಕ್ಕಿಲ್ಲ. ಸರಿಯಲ್ಲ? ಇದು ಕೇರಳ ಸರ್ಕಾರದ ಅವ್ಯವಸ್ಥೆಗಳು. ಇವತ್ತು ಕೇರಳ ಸರ್ಕಾರ ಎನ್ನುವಂಥದ್ದು ನಕ್ಸಲೈಟ್ ಇರ್ಬೋದು, ಭಯೋತ್ಪಾದಕರಿರ್ಬೋದು, ಮತೀಯವಾದಿಗಳಿರ್ಬೋದು, ಇವರ ಸರ್ಕಾರವಾಗಿ ಮೂಡಿ ಬಂದಿದೆ. ಇವತ್ತು ಇಡೀ ದೇಶದಲ್ಲಿರುವಂತ ಭಯೋತ್ಪಾದಕರು ಎಲ್ಲಿ ಆರಂಭ ಆಗ್ತಾರೆ ಅಂದ್ರೆ ಕಾರ್ಖಾನೆ ಅದು ಯಾವುದು ಅಂದ್ರೆ ಕೇರಳ. ಲವ್ ಜಿಹಾದಿನ ಆರಂಭ ಎಲ್ಲಿ ಆಗ್ತದೆ ಅಂದ್ರೆ ಅದು ಕೇರಳದಲ್ಲಿ ಆಗ್ತದೆ. ಈ ರೀತಿಯಾಗಿ ಬಹುಶಃ ಕೇರಳ ನಾವು ದೇವರ ನಾಡು ಅಂತ ಹೇಳ್ತಾ ಇದ್ದೆವು, ವಿದ್ಯಾವಂತರ ರಾಜ್ಯ ಅಂತ ಹೇಳ್ತಾ ಇದ್ದೆವು, ಅತಿ ಹೆಚ್ಚು ಸಾಕ್ಷರತೆಯನ್ನು ಹೊಂದಿದಂತಹ ಒಂದು ರಾಜ್ಯ ಅಂತ ಹೇಳ್ತಾ ಇದ್ದೆವು. ಅಂತ ರಾಜ್ಯ ಇವತ್ತು ಬಹುಶಃ ಇಡೀ ದೇಶದಲ್ಲಿ ಸಮಾಜಘಾತುಕ ಕೆಲಸ ಮಾಡುವಂತ ಜನರನ್ನು ಸೃಷ್ಟಿ ಮಾಡುವಂತ ಒಂದು ರಾಜ್ಯವಾಗಿ ಪರಿಣಮಿಸಿದೆ. ಇಂತಹ ರಾಜ್ಯಕ್ಕೆ ಬಹುಶಃ ಮತ್ತೊಮ್ಮೆ ಕಾಯಕಲ್ಪ ಮಾಡುವ ಕೆಲಸವನ್ನು ಇವತ್ತು ಭಾರತೀಯ ಜನತಾ ಪಾರ್ಟಿ ಮಾಡಬೇಕಾಗಿದೆ. ಭಾರತೀಯ ಜನತಾ ಪಾರ್ಟಿ ಬಹುಶಃ ಕೇರಳದಿಂದ ಒಂದಷ್ಟು ಆದರ್ಶಗಳನ್ನು ನಮ್ಗೆ ಕೊಟ್ಟಿದೆ. ಓ ರಾಜಗೋಪಾಲ್ ಇರ್ಬೋದು, KG ಮರಾರ್ ಇರ್ಬೋದು, ಶಂಕರ ಆಳ್ವ ಇರ್ಬೋದು, ಇಂಥವರು ಬಹುಶಃ ತುರ್ತು ಪರಿಸ್ಥಿತಿಯಲ್ಲಿ ಜೈಲಿಗೆ ಹೋಗಿ ರಾಮ ಜನ್ಮಭೂಮಿಯ ಇಶ್ಯೂಯಲ್ಲಿ ಹೋರಾಟ ಮಾಡಿ ಗೋವಾ ವಿಮೋಚನೆಯಲ್ಲಿ ತಮ್ಮನ್ನು ತಾವು ತೊಡಗಿಸಿಕೊಂಡು ಬಹುಶಃ ತಮ್ಮದೇ ಆದಂತಹ ಛಾಪನ್ನು ಇಲ್ಲಿ ಮೂಡಿಸಿದ್ದಾರೆ. ಅದೇ ರೀತಿಯಲ್ಲಿ ಸಾವಿರಾರು ಕಾರ್ಯಕರ್ತರ ಬಲಿದಾನ ಆಗಿದೆ. ಎಲ್ಲ ನಮ್ಮ ಕಾರ್ಯಕರ್ತರ ಆ ಬಲಿದಾನ ವ್ಯರ್ಥ ಆಗದ ಹಾಗೆ ನೋಡಿಕೊಳ್ಳುವಂತಹ ಜವಾಬ್ದಾರಿ ನಮ್ಮ ಮೇಲಿದೆ. ಬಹುಶಃ 1969ರಲ್ಲಿ ಈ ರಾಜ್ಯದ ಮುಖ್ಯಮಂತ್ರಿ ಪಿನರಾಯಿ ವಿಜಯನ್ ಒಬ್ಬ ಜನಸಂಘದ ಕಾರ್ಯಕರ್ತನನ್ನು ರಾಷ್ಟ್ರೀಯ ಸ್ವಯಂ ಸೇವಕ ಸಂಘದ ಕಾರ್ಯಕರ್ತನನ್ನು ಕೊಲೆ ಮಾಡಿ ಬಹುಶಃ ಇವತ್ತು ಮುಖ್ಯಮಂತ್ರಿ ಆಗಿದ್ದಾರೆ. ಅಂತ ಕ್ರಿಮಿನಲ್ ಹಿನ್ನೆಲೆ ಇರುವಂತಹ ಒಂದು ಸರ್ಕಾರ, ದೇಶಭಕ್ತ ಸಂಘಟನೆ ಭಾರತೀಯ ಜನತಾ ಪಾರ್ಟಿ ಇವತ್ತು ಕ್ರಿಮಿನಲ್ ವ್ಯಕ್ತಿಗಳು ಬೇಕೋ, ದೇಶಭಕ್ತರ ಆ ಒಂದು ತಂಡ ಇಲ್ಲಿ ಬೇಕೋ ಅಂತೇಳಿ ಜನರ ಮುಂದಿಡುವಂತ ಕೆಲಸವನ್ನು ನಾವು ಮಾಡಬೇಕಾಗಿದೆ. ಇವತ್ತು ಈ ದೇಶದ ಪ್ರಧಾನಿಯವರು ನಾನೊಬ್ಬ ಪ್ರಧಾನ ಸೇವಕ ಅಂತೇಳಿ ದಿನದ 18 ಗಂಟೆ ಕೆಲಸ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಅದೇ ರೀತಿಯಲ್ಲಿ ನಾವು ಕಾರ್ಯಕರ್ತರು ಕೂಡ ದಿನದ 18 ಗಂಟೆ ಅಲ್ಲದಿದ್ರು ಒಂದು 12 ಗಂಟೆ ಆದ್ರೂ ಕೆಲಸ ಮಾಡ್ಬೋದಾ? ದಿನದ 12 ಗಂಟೆ ಕೆಲಸ ಮಾಡಿ ನಾವೇನಾದ್ರೂ ಆ ಜನರ ಪ್ರೀತಿ ವಿಶ್ವಾಸವನ್ನು ಗಳಿಸಬಹುದಾ? ಕೇರಳ ಸರ್ಕಾರದ ಜನವಿರೋಧಿ ನೀತಿಯನ್ನು ಜನರ ಮುಂದೆ ಇಡಬಹುದಾ? ಕೇಂದ್ರ ಸರ್ಕಾರದ ನರೇಂದ್ರ ಮೋದಿ ಯೋಜನೆಗಳನ್ನು ನಾನು ಸಾಮಾನ್ಯ ಜನರಿಗೆ ಇಲ್ಲಿ ತಲುಪಿಸಬಹುದಾ? ಏನು ನರೇಂದ್ರ ಮೋದಿ ಅವರು, ನಾನು ನಿನ್ನೆ ಯಾರೋ ಹೇಳ್ತಾ ಇದ್ರು, ಆಯುಷ್ಮಾನ್ ಭಾರತ ಇಡೀ ದೇಶದಲ್ಲಿ ಇವತ್ತು ಆ ಜನರ ಆರೋಗ್ಯವನ್ನು ಕಾಪಾಡುವ ದೃಷ್ಟಿಯಿಂದ ಮಲ್ಟಿ ಸ್ಪೆಷಾಲಿಟಿ ಆಸ್ಪತ್ರೆಯಲ್ಲಿ ಒಂದಷ್ಟು ಅವರಿಗೆ ಚಿಕಿತ್ಸೆ ಕೊಡುವ ದೃಷ್ಟಿಯಿಂದ ಪರಿಣಾಮಕಾರಿಯಾಗಿ ಇವತ್ತು ಅನುಷ್ಠಾನ ಆಗ್ತಾ ಇದೆ. ಆದರೆ ಕೇರಳದ ಮುಖ್ಯಮಂತ್ರಿಯವರು ಆಯುಷ್ಮಾನ್ ಭಾರತವನ್ನು ನಿಲ್ಲಿಸಿದ್ದಾರೆ ಅಂತೇಳಿ ಸರಿಯಾ ಗೊತ್ತಿಲ್ಲ ನನಗೆ. ಕೇಂದ್ರ ಸರ್ಕಾರ ಏನೇನು ಯೋಜನೆಗಳನ್ನು ತರ್ತದೋ
ಅದಕ್ಕೆ ಅಡ್ಡಿ ಆತಂಕ ಮಾಡುವಂಥದ್ದು, ಕತ್ತರಿ ಹಾಕುವಂಥ ಕೆಲಸವನ್ನು ಕೇರಳ ಸರ್ಕಾರ ಮಾಡ್ತದೆ ಎನ್ನುವಂಥದ್ದು ಬಹುಶಃ ನಾನು ಕರ್ನಾಟಕದಲ್ಲಿ ಕೂತು ಕೇಳಿದ್ದೇನೆ. ಅಂತ ವಿಚಾರವನ್ನು ನಾವು ಸಾಮಾನ್ಯ ಮತದಾರನಿಗೆ ತಿಳಿಸಬಹುದಾ? ಯಾಕೆ ಪಕ್ಕದ ಕರ್ನಾಟಕ ಅಭಿವೃದ್ಧಿ ಆಗಿದೆ, ಪಕ್ಕದ ಮಹಾರಾಷ್ಟ್ರ ಅಭಿವೃದ್ಧಿ ಆಗಿದೆ, ಗೋವಾ ಅಭಿವೃದ್ಧಿ ಆಗಿದೆ, ಯಾಕೆ ಕೇರಳ ಇವತ್ತು ಕೂಡ ಹಾಗೆಯೇ ಇದೆ? ಇದಕ್ಕೆಲ್ಲ ಉತ್ತರವನ್ನು ಬಹುಶಃ ನಮ್ಮ ಚುನಾವಣೆಯಲ್ಲಿ ನಮ್ಮ ಮತದಾರ ಕೊಡಬೇಕಾಗಿದೆ. ಆ ದಿಸೆಯಲ್ಲಿ ಮುಂದಿನ ಚುನಾವಣೆ ನಮ್ಮ ಸವಾಲಿನ ಚುನಾವಣೆ. ದೇಲಂಪಾಲ್ ಡಿವಿಷನ್ನ ಕಾರ್ಯಕರ್ತರು ದೇವದುರ್ಲಭ ಕಾರ್ಯಕರ್ತರು ಅಂತ ನಾನು ಭಾವಿಸ್ತಾ ಇದ್ದೇನೆ, ಸರಿಯಲ್ಲ? ಬಿಜೆಪಿಯ ಕಾರ್ಯಕರ್ತರನ್ನು ಕಂಡ್ರೆ ದೇವರಿಗೂ ಅಸೂಯೆ ಆಗ್ಬೇಕಂತೆ, ಅಂತ ಕಾರ್ಯಕರ್ತರು ಇರುವಂಥದ್ದು. ನಮ್ಮಲ್ಲಿ ಜನಾರ್ದನ ಪೂಜಾರಿ ಅವರು ಹೇಳ್ತಾ ಇದ್ರು, ಜನಾರ್ದನ ಪೂಜಾರಿ ಗೊತ್ತಲ್ಲ, ಅವರು ತುಳುವಿನಲ್ಲಿ ಹೇಳ್ತಾ ಇದ್ರು, ತುಲೆ ಬಿಜೆಪಿದ ಕಾರ್ಯಕರ್ತರೇನು ಪೊಡಿ ಬಜಿಲ ತಿಂದ ನೀರು ಪರದ ಎಂಚೆ ಕೆಲಸ ಮಾಡ್ಬೇಡ್ರಿ, ನಿಗ್ಲೆ ಮತ್ತೆ ಬಿರಿಯಾನಿ ಕೊರಡು ಓಟು ಬಣ್ಣಗ ಅಂತೇಳಿ. ಅಂದ್ರೆ ಹೆಮ್ಮೆ ಆಗ್ಬೇಕು ನಮ್ಗೆ. ಜನಾರ್ದನ ಪೂಜಾರಿ ಅಂತ ಒಬ್ಬ ಹಿರಿಯ ಕಾಂಗ್ರೆಸ್ಸಿಗ ಕೂಡ ಬಿಜೆಪಿಯ ಕಾರ್ಯಕರ್ತರನ್ನು ಆ ರೀತಿಯಾಗಿ ಗುರುತಿಸಿದ್ದಾರೆ. ಅಂತ ಕಾರ್ಯಕರ್ತರು ನಾವು. ಆ ನಮ್ಮ ಜವಾಬ್ದಾರಿ ಚುನಾವಣೆಯಲ್ಲಿ ಆ ಫಲಿತಾಂಶದ ಕಡೆಗೆ ಹೋದಾಗ, ನಮ್ಮ ಸವಾಲನ್ನು ಆ ಚುನಾವಣೆಯಲ್ಲಿ ನಾವು ಒಡ್ಡಿದಾಗ, ಅಲ್ಲಿ ವಿಜಯಯಾತ್ರೆಯನ್ನು ನಾವು ಕಂಡಾಗ ಮಾತ್ರ ನಮ್ಮ ಶ್ರಮ, ಆ ಪರಿಶ್ರಮ ಸಾರ್ಥಕ ಆಗ್ತದೆ. ಆ ದಿಸೆಯಿಂದ ಇವತ್ತು ಭಾರತೀಯ ಜನತಾ ಪಾರ್ಟಿ ವಿಶೇಷವಾಗಿ ಕೇರಳದಲ್ಲಿ ನಾವು ಎಲ್ಲಿಯಾದರೂ ಬಿಜೆಪಿಯ ಹೆಬ್ಬಾಗಿಲು ಅಂತ ಹೇಳುವಂಥದ್ದು ಕೇರಳದಲ್ಲಿ ಮಂಜೇಶ್ವರ ಮತ್ತು ಕಾಸರಗೋಡನ್ನು, ಸರಿಯಲ್ಲ? ಹೇಳ್ತಾ ಇದ್ದೆವು, ಅದರ ಪ್ರಯತ್ನ ಮಾಡಿದೆವು, ಮುಟ್ಟ ಬಂದಿದ್ದೇವೆ ಹೆಬ್ಬಾಗಿಲಿನ ತನಕ, ಆದರೆ ಬಾಗಿಲು ಓಪನ್ ಮಾಡಲಿಕ್ಕೆ ಆಗಲಿಲ್ಲ. ಆದರೆ ಮುಂದಿನ ದಿನಗಳಲ್ಲಿ ನಾವು ಮತ್ತೊಮ್ಮೆ ಸಾಬೀತುಪಡಿಸಬೇಕಾಗಿದೆ. ಮಂಜೇಶ್ವರಂತ, ಕೇರಳದಂತ ಈ ಒಂದು ವಿಧಾನಸಭಾ ಕ್ಷೇತ್ರಗಳು, ಕಾಸರಗೋಡು ಜಿಲ್ಲೆ ಭಾರತೀಯ ಜನತಾ ಪಾರ್ಟಿಯ ಆ ಒಂದು ಭದ್ರ ಕೋಟೆ ಅಂತೇಳಿ ನಾವು ಸಾಬೀತುಪಡಿಸುವಂತ ಕೆಲಸಗಳನ್ನು ಮಾಡಬೇಕಿದೆ. ಹೇಳ್ತಾ ಇದ್ರು, ಬೂತ್ ಜೀತೇಗ ಅಥವಾ ದೇಶ ಜೀತೇಗ ಅಂತೇಳಿ. ಬೂತನ್ನು ಗೆಲ್ಲುವ ಮುಖಾಂತರ ದೇಶವನ್ನು ಗೆಲ್ಲುವ ಅಂತೇಳಿ. ಒಂದು ಬೂತನ್ನು ಗೆಲ್ಲದೆ ಒಂದು ಪಂಚಾಯಿತನ್ನು ಗೆಲ್ಲಲಿಕ್ಕೆ ಆಗುದಿಲ್ಲ, ಒಂದು ವಿಧಾನಸಭಾ ಕ್ಷೇತ್ರವನ್ನು ಗೆಲ್ಲಲಿಕ್ಕೆ ಆಗುದಿಲ್ಲ, ಒಂದು ಲೋಕಸಭಾ ಕ್ಷೇತ್ರವನ್ನು ಗೆಲ್ಲಲಿಕ್ಕೆ ಆಗುದಿಲ್ಲ. ಆದ್ದರಿಂದ ಈ ಒಂದು ಗ್ರಾಮ ಪಂಚಾಯತ್ ಚುನಾವಣೆ, ಜಿಲ್ಲಾ ಪಂಚಾಯತ್ ಚುನಾವಣೆ ಮುಖಾಂತರ ನಾವು ಬೂತನ್ನು ಗೆಲ್ಲುವ. ಬೂತನ್ನು ಗೆದ್ದಾಗ ಬಹುಶಃ ನಾವು ವಿಧಾನಸಭಾ ಕ್ಷೇತ್ರವನ್ನು ಗೆಲ್ಲಬಹುದು. ಅದಕ್ಕೆ ಬೇಕಾಗಿ ಇವತ್ತು ನಮ್ಮ ತಯಾರಿಗಳು ಆ ಬೂತ್ ಮಟ್ಟದಲ್ಲಿ ಆಗಬೇಕಿದೆ. ಆ ಬೂತನ್ನು ನಾವೊಂದು ಟಾರ್ಗೆಟ್ ಮಾಡಬೇಕಾಗಿದೆ. ನನಗೆ ಬೂತೇ ಒಂದು ಟಾರ್ಗೆಟ್, ಆ ಬೂತನ್ನು 100ಕ್ಕೆ 100 ಗೆಲ್ತೇನೆ, ಬೂತನ್ನು ಗೆಲ್ಲುವ ಮುಖಾಂತರ ನಾನು ಸುಧಾಮರನ್ನು ಗೆಲ್ಲಿಸಿಕೊಡ್ತೇನೆ ಅಂತೇಳಿ. ಆ ಸವಾಲನ್ನು ನಾವೆಲ್ಲ ಸ್ವೀಕಾರ ಮಾಡ್ಬೋದಾ? ಇವತ್ತು ಯಾವಾಗ ನಾವು ಸವಾಲನ್ನು ಸ್ವೀಕಾರ ಮಾಡ್ತೇವೋ ಆಗ ಎಲ್ಲ ಕಡೆ ಗೆಲ್ಲುವಂತ ಕೆಲಸವನ್ನು ಮಾಡಿದ್ದೇವೆ. ಇವತ್ತು ಕಾರ್ಯಕರ್ತರ ಚುನಾವಣೆ ಅಂತ ನಾನು ಈ ಒಂದು ಚುನಾವಣೆ ಹೇಳ್ತಾ ಇದ್ದೇನೆ. ಯಾವುದೋ ಲೋಕಸಭಾ ಚುನಾವಣೆ, ಯಾವುದೋ ವಿಧಾನಸಭಾ ಚುನಾವಣೆ, ಅದು ರಾಜ್ಯ ಮಟ್ಟ, ರಾಷ್ಟ್ರ ಮಟ್ಟದಲ್ಲಿ ಆಗ್ತದೆ. ಯಾವುದು ಪಂಚಾಯಿತಿ ಚುನಾವಣೆ ಕಾರ್ಯಕರ್ತರ ಮಟ್ಟದಲ್ಲಿ ಆಗ್ತದೆ. ನಮ್ಮ ಕಾರ್ಯಕ್ಷಮತೆ, ನಮ್ಮ ಬದ್ಧತೆ ಬಹುಶಃ ಈ ಚುನಾವಣೆಯಲ್ಲಿ ಹೊರಗಲ್ಲಾಗಿ ಬಹುಶಃ ಆ ಫಲಿತಾಂಶವನ್ನು ತಂದುಕೊಡುವಂತ ಕೆಲಸಗಳಾಗ್ತದೆ. ಈ ದಿಸೆಯಲ್ಲಿ ಇವತ್ತು ಕೇರಳದ ಚುನಾವಣೆ ವಿಶೇಷವಾಗಿ ಕರ್ನಾಟಕದ ಉಸ್ತುವಾರಿಗಳ ಸಮ್ಮುಖದಲ್ಲಿ ಆಗ್ತದೆ, ಪ್ರಭಾರಿಗಳ ಸಮ್ಮುಖದಲ್ಲಿ, ಸರಿಯಲ್ಲ ಶ್ರೀಕಾಂತ್? ಪ್ರತಿ ಚುನಾವಣೆಯಲ್ಲಿ ಬಹುಶಃ ಕರ್ನಾಟಕದಿಂದ ಇಲ್ಲಿಗೂ ಪ್ರಭಾರಿ ನಳಿನ್ ಕುಮಾರ್ ಕಟೀಲ್ರು ಬಹುಶಃ ಇಲ್ಲಿಯ ಪ್ರಭಾರಿಗಳಾಗಿ ನಮ್ಮ ರಾಜ್ಯಾಧ್ಯಕ್ಷರಾದರು. ಇವತ್ತು ಸುನೀಲ್ ಕುಮಾರ್ ನಮ್ಮ ಶಾಸಕರು, ನಮ್ಮ ಚೀಫ್ ವಿಪ್ ಆಡಳಿತ ಪಾರ್ಟಿಯ ಈ ಭಾಗದ ಸಹ ಪ್ರಭಾರಿಗಳಾಗಿದ್ದಾರೆ. ಒಂದಷ್ಟು ಯುವಕರನ್ನು ಹಾಕಿ ಯುವಕರು ಈ ಭಾಗದಲ್ಲಿ ಓಡಾಡಿ ಕರ್ನಾಟಕದ ಆ ಒಂದು ಪ್ರೇರಣೆಯಿಂದ ಬಹುಶಃ ಇಲ್ಲಿ ಒಂದಷ್ಟು ಪ್ರೇರಣೆಯನ್ನು ಪಡ್ಕೊಂಡು ನಾವು ಇಲ್ಲಿ ಮುಂದಿನ ದಿನಗಳಲ್ಲಿ ಆ ಒಂದು ಪಂಚಾಯತ್ ಚುನಾವಣೆಯನ್ನು ಗೆಲ್ಲಬೇಕು ಅನ್ನೋ ದೃಷ್ಟಿಯಿಂದ ರಾಷ್ಟ್ರೀಯ ಅಧ್ಯಕ್ಷರಂತ JP ನಡ್ಡಾ, ಈ ದೇಶದ ಪ್ರಧಾನಿಯವರು ಬಹುಶಃ ಮುಂದಿನ ದಿನಗಳಲ್ಲಿ ಕೇರಳ ಮತ್ತು ಹೈದರಾಬಾದ್, ನಮ್ಮ ಏನು ಆಂಧ್ರ ಪ್ರದೇಶ, ತಮಿಳುನಾಡು ಈ ಭಾಗ ಕೂಡ ಭಾರತೀಯ ಜನತಾ ಪಾರ್ಟಿಯ ಭದ್ರ ಕೋಟೆಗಳಾಗಬೇಕು ಅಂತೇಳಿ ಈಗ ಕಾರ್ಯತಂತ್ರಗಳನ್ನು ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಬಹುಶಃ ನಿನ್ನೆ ದಿವಸ ಅಮಿತ್ ಶಾ ಅವರು ಹೈದರಾಬಾದಲ್ಲಿ ಭಾಷಣವನ್ನು ಮಾಡ್ತಾ ಇದ್ರು.
ತಮಿಳುನಾಡಲ್ಲಿಯೂ ಭಾಷಣವನ್ನು ಮಾಡ್ತಾ ಇದ್ರು. ನಾನು ವಿಶೇಷವಾಗಿ ನಮ್ಮ ಕರ್ನಾಟಕದ ಜನ ನಾವು ಹೈದರಾಬಾದಿನ ಮಹಾನಗರ ಪಾಲಿಕೆ ಚುನಾವಣೆಗೆ ನಮ್ಮವರು ಹೋಗಿದ್ದಾರೆ. ನನ್ನಲ್ಲಿ ಬರುವಾಗ ಒಬ್ಬ ಕಾರ್ಯಕರ್ತ ಕೇಳ್ತಾ ಇದ್ರು, ದಾಯಕಪ್ಪ ಹೈದರಾಬಾದ್ ಮಹಾನಗರ ಪಾಲಿಕೆಯ ಚುನಾವಣೆಯನ್ನು ಸವಾಲಾತ ಸ್ವೀಕಾರ ಮಾಡ್ತೀರಿ ಅಂತ. ನೋಡುವಾಗ ನಮಗೆ ಕಾಣ್ತದೆ, ಒಂದು ಕಾಸರಗೋಡು ನಗರಸಭೆ ಚುನಾವಣೆ ಯಾಕೆ ನಾವು ಸವಾಲಾಗಿ ಸ್ವೀಕಾರ ಮಾಡ್ತೇವೆ ಅಂದರೆ, ಈ ದೇಶದ ಪ್ರಧಾನಿ, ಈ ದೇಶದ ಬಿಜೆಪಿಯ ರಾಷ್ಟ್ರಾಧ್ಯಕ್ಷರ ಉದ್ದೇಶ ಒಂದು MLA ಚುನಾವಣೆ, ಒಂದು MP ಚುನಾವಣೆಗೆ ಎಷ್ಟು ಮಹತ್ವ ಕೊಡ್ತೇವೋ ಅಷ್ಟೇ ಒಂದು ನಗರಸಭೆ ಮಹಾನಗರ ಪಾಲಿಕೆ ಚುನಾವಣೆಗೆ ಮಹತ್ವ ಕೊಡಬೇಕು. ಆ ಮುಖಾಂತರ ಗೆದ್ದು ಆ ಮುಖಾಂತರಲ್ಲಿ ನಮ್ಮ ರಾಜ್ಯದ ಆಡಳಿತ ಮಾಡಬೇಕು. ಅದಕ್ಕಾಗಿ ಬಹುಶಃ ಇವತ್ತು ನಾವೇನು ಆ ಮೈಕ್ರೋ ಮ್ಯಾನೇಜ್ಮೆಂಟ್ ಅಂತ ಹೇಳ್ತೇವೆ, ಅದನ್ನು ಆ ಮೈಕ್ರೋ ಮ್ಯಾನೇಜ್ಮೆಂಟ್ ಮಾಡುವ ಮುಖಾಂತರ ಪ್ರತಿಯೊಂದನ್ನು ಸೂಕ್ಷ್ಮವಾಗಿ ಗಮನಿಸಿ ಸೂಕ್ಷ್ಮವಾಗಿ ಅಲ್ಲಿ ನಾವು ಕೆಲಸ ಕಾರ್ಯಗಳನ್ನು ಮಾಡಿ ಇವತ್ತು ನಮ್ಮ ಆ ಒಂದು ವಿಜಯವನ್ನು ಗಳಿಸಬೇಕು. ಆ ದೃಷ್ಟಿಯಿಂದ ಇವತ್ತು ಈ ಭಾಗದಲ್ಲಿರುವಂಥ ನಮ್ಮ ಕಾರ್ಯಕರ್ತರು, ಆಯ್ದ ಕಾರ್ಯಕರ್ತರು ನೀವೆಲ್ಲ ಇವತ್ತು ಕರೆದಿದ್ದೀರಿ ಅಂತ ಭಾವಿಸ್ತಾ ಇದ್ದೇನೆ. ಕೇಳಿದೆ ಯಾಕೆ ಕಡಿಮೆ ಸಂಖ್ಯೆ ಕಾಣ್ತಾ ಇದೆ ಅಂತೇಳಿ. ಅದಕ್ಕೆ ಹೇಳಿದರು ಕೋವಿಡ್ ನಿಯಮ ಅಂತೇಳಿ. ಸಹಜವಾಗಿ ಕೋವಿಡ್ ನಿಯಮದಿಂದ ನಮಗೊಂದಷ್ಟು ಚುನಾವಣೆಗೆ ಅಡ್ಡಿ ಆತಂಕ ಬರ್ಬೋದು. ಇವತ್ತು ಈ ಭಾರತದಲ್ಲಿ 60% 40 ವರ್ಷದ ಕೆಳಗಿನ ಪ್ರಾಯದ ಯುವಕರಿದ್ದಾರೆ. ಎಷ್ಟು? 60% 40 ವರ್ಷದ ಕೆಳಗಿನ ಪ್ರಾಯ ಇದ್ದವರು. ನಾವೆಲ್ಲ ಇಲ್ಲಿ ಸುಮಾರು ಜನ ಅದಕ್ಕಿಂತ ಮೇಲೆ ಪ್ರಾಯದವರು ಇದ್ದೇವೆ ಅಲ್ಲ. ಭಾರತವನ್ನು ಯಂಗ್ ಇಂಡಿಯಾ ಅಂತ ಕರೀತೇವೆ. ಹಿಂದೆ ಚೀನಾವನ್ನು ಕರೀತಾ ಇದ್ದರು. ಇವತ್ತು ಭಾರತ ಯಂಗ್ ಇಂಡಿಯಾ, ಯುವ ಭಾರತ ಅಂತ ಕರಿತೇವೆ. ಆ ಯುವ ಭಾರತದ ಒಂದು ರಾಜಕೀಯ ಪಾರ್ಟಿ ಹೇಗಿರಬೇಕು ಅಂತೇಳಿ ಇವತ್ತು ನಾವೆಲ್ಲ ನಮ್ಮ ಪದಾಧಿಕಾರಿಗಳಿಗೆ ಒಂದು ವಯಸ್ಸನ್ನು ಮಿತಿಗೊಳಿಸಿದ್ದೇವೆ. ಆ ವಯೋಮಾನದವರಿಗೆ ನೇತೃತ್ವವನ್ನು ಕೊಡಬೇಕು. ಆ ವಯೋಮಾನದವರು ಭಾರತೀಯ ಜನತಾ ಪಾರ್ಟಿಯ ಮುಖ್ಯ ವಾಹಿನಿಗೆ ಬರಬೇಕು ಅಂತೇಳಿ. ಆದ್ದರಿಂದ ನಾವು ಇವತ್ತು ಯುವಕರನ್ನು ಮತ್ತು ಮಹಿಳೆಯರನ್ನು ವಿಶೇಷವಾಗಿ ಗಮನದಲ್ಲಿಟ್ಟುಕೊಂಡು ಈ ಚುನಾವಣೆಯನ್ನು ಎದುರಿಸಬೇಕಾಗಿದೆ. ಯಾರ್ಯಾರು ಆ ಯುವತಿಯರಿದ್ದಾರ, ಆ ಯಂಗ್ಸ್ಟರ್ಸ್ಗಳಿದ್ದಾರ, ಇವರು ಈ ಬಿಜೆಪಿಯ ಮುಖ್ಯ ವಾಹಿನಿಗೆ ಬಂದು ಈ ಚುನಾವಣೆಯ ನೇತೃತ್ವವನ್ನು ವಹಿಸಿಕೊಂಡು ಇವತ್ತು ಮನೆ ಮನೆಗಳಿಗೆ ಭೇಟಿ ಮಾಡಿ ಬಹುಶಃ ಎಲ್ಲ ಮತದಾರರನ್ನು ಮುಟ್ಟುವಂತ ಸಂಗತಿಯನ್ನು ಮಾಡಬೇಕು. ಇವತ್ತು ರಾಜ್ಯ ಸರ್ಕಾರದ ವೈಫಲ್ಯಗಳನ್ನು ಜನರ ಮುಂದಿಡಬೇಕು. ಕೇಂದ್ರ ಸರ್ಕಾರದ ಸಾಧನೆಗಳನ್ನು ಜನರ ಹತ್ರ ಕೊಂಡೋಗ್ಬೇಕು. ಆ ದಿಸೆಯಿಂದ ಇವತ್ತು ಈ ಒಂದು ಕಾರ್ಯಕ್ರಮ ಬಹುಶಃ ಒಂದು ವಿಜಯ ಯಾತ್ರೆಯ ಕಾರ್ಯಕ್ರಮ ಅಂತೇಳಿ ನಾನು ಭಾವಿಸ್ತಾ ಸಂತೋಷಪೂರ್ವಕವಾಗಿ ಆ ದೀಪ ಬೆಳಗಿಸಿ ಆ ಭಾರತ್ ಮಾತೆಗೆ ನಮಿಸಿ ಬಹುಶಃ ಸುಧಾಮರಿಗೆ ಈಗಲೇ ಅಡ್ವಾನ್ಸ್ ಆಗಿ ನಾನು ಅಭಿನಂದನೆಯನ್ನು ಸಲ್ಲಿಸ್ತಾ ಎಲ್ಲ ನಮ್ಮ ಕಾರ್ಯಕರ್ತರಿಗೂ ಆ ವಿಜಯ ಯಾತ್ರೆಯಲ್ಲಿ ಮುನ್ನುಗ್ಗಿ ಅಂತೇಳಿ ನನ್ನ ಸಂದೇಶವನ್ನು ಕೊಟ್ಟು ನಾನು ಮಾತನಾಡಿದ್ದೇನೆ. ಜೈ ಹಿಂದ್.